പിന്നെ എന്തൊക്കെയുണ്ട് ശ്രീലക്ഷ്മി വിശേഷം? ഇങ്ങനെ പോകുന്നു സർ. തന്നോടല്ലേ ഞാൻ പറഞ്ഞത് എന്നെ സാറൊന്നും വിളിക്കണ്ടാന്ന്, അർജുൻ എന്ന് വിളിച്ചാൽ മതി. അത് പിന്നെ ഞാൻ ഇത്രയും ദിവസം സാറെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് അർജുൻ വിളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ താൻ എന്നെ ഫോണിൽ വിളിച്ചല്ലോ അർജുൻ. അതിനെനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്റെ സാറ് തന്നെയാണ് അർജുൻ എന്ന്. ആ അതും ശരിയാ. തന്റെ പേര് ശ്രീലക്ഷ്മി എന്നല്ലേ, പിന്നെ അതെങ്ങനെ ശ്രീലു? പിന്നെ താൻ എന്നോട് ആദ്യം ഫോൺ വിളിച്ചപ്പോൾ തന്റെ പേരെന്താ പറഞ്ഞത്, ടീന എന്നോ അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത്? അത് വലിയ കഥ. ഇതെന്താ സംഭവം, എന്റെ പേര് ശ്രീലക്ഷ്മി, എന്നെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നത് ലച്ചു എന്നാണ്. പക്ഷെ ശ്രീലക്ഷ്മിയുടെ ചുരുക്ക പേര് ശ്രീലു എന്ന് പറയാലോ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ചോണ്ടായിരുന്നത് ശ്രീലു എന്ന്. അതുകൊണ്ടാണ് ഞാൻ ശ്രീലു എന്ന് പറഞ്ഞത്. പിന്നെ ആദ്യം ടീന എന്ന് പറഞ്ഞത് അതെന്റെ ഫ്രണ്ടിന്റെ പേരാണ് ടീന എന്ന്. അപ്പൊ പെട്ടെന്ന് എന്റെ പേര് കൊടുക്കുന്നതിന് പകരം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ പേരായിട്ട് കൊടുത്തു. ഓ അപ്പടി. തനിക്കെന്നെ വിശ്വാസമില്ലായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ താൻ എൻ്റെ തൻ്റെ പേരൊക്കെ മാറ്റി പറഞ്ഞേ? വിശ്വാസക്കുറവായിട്ടൊന്നും അല്ല. പിന്നെ ആദ്യം ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട് നമ്മൾ എങ്ങനെയാ പോയിട്ട് നമ്മൾ പേരൊക്കെ പറയാ, അങ്ങനെ ഞാൻ എന്റെ പേരൊന്ന് ചെറുതായിട്ട് മാറ്റി പറഞ്ഞതാ. ആ അതെന്തായാലും നന്നായി. വെറുതെ അല്ല. എന്ത് വെറുതെ അല്ലാന്ന്? അതൊന്നുമില്ല, അത് വേറൊരു കാര്യം. പിന്നെ വേറെന്താ? നിങ്ങളാണ് അർജുനെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്താ വിശ്വസിക്കാൻ പറ്റാത്തത്? എന്നെ കാണുമ്പോ ഒരു ഭീകര ജീവി പോലെ മറ്റുണ്ടോ? അങ്ങനൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഫോണിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നല്ലേ. ബട്ട് ഓഫീസിൽ പിന്നെ ഓഫീസിൽ എനിക്ക് സ്വീറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഓഫീസിൽ അതിൻ്റെതായ റൂൾസിലല്ലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതും പിന്നെ തന്നോട് എനിക്ക് ശരിക്കും ഒന്ന് താങ്ക്സ് പറയാൻ പോലും പറ്റിയിട്ടില്ല. ഒരുപാട് താങ്ക്സ് കേട്ടാ. താൻ കാരണം എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞും ഇപ്പം നല്ലപോലെ നിൽക്കുന്നുള്ളത്. താനും ബ്ലഡ് കൊടുത്തില്ലായിരുന്നെങ്കിലോ? തന്നെ ഞാൻ കുറേ അന്വേഷിച്ചായിരുന്നു, എന്നിട്ട് തൻ്റെ അഡ്രസ്സ് പോലും എനിക്ക് കിട്ടിയില്ല. എങ്ങനെ കിട്ടാനാ? ഇങ്ങനെ പേര് മാറ്റി പറഞ്ഞാൽ എങ്ങനെ കിട്ടും? പിന്നെ ചേച്ചിയും കുഞ്ഞൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നന്നായി പോന്ന്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അർജുൻ, ഐ ആം സോറി ട്ടോ. എന്തിനാ ഇപ്പൊ സോറി ഒക്കെ? അതല്ല, തന്നോട് ഞാനന്ന് വരാൻ പറഞ്ഞിട്ടേ വന്നില്ലല്ലോ. എനിക്ക് അന്ന് വരാൻ പറ്റിയില്ലായിരുന്നു. താനെന്നെ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവൂല്ലേ? അത് കുറെ ആയില്ലേ, അത് കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും വരാൻ പറ്റാത്തതെന്ന്. പിന്നെ കുറേ ഫോൺ വിളിക്കാൻ ട്രൈ ചെയ്തു, പിന്നെ കിട്ടിയേ ഇല്ല. അതെ, എന്റെ ഫോണിൽ കാണാതായി. പിന്നെ ഞാൻ ഫോൺ മാറ്റി. അങ്ങനെയായിരിക്കും ചിലപ്പോൾ തനിക്ക് എന്റെ നമ്പർ മിസ്സായി പോയത്. വെറുതെ അല്ല, ഞാൻ കുറേ ഫോൺ വിളിച്ചായിരുന്നു, പക്ഷെ എടുക്കുന്നേ ഇല്ല. പിന്നെ പിന്നെ ഫോൺ വിളിച്ച സമയത്ത് വേറെ ആരോ എടുക്കുന്നുണ്ട്. അല്ല, താനെന്ന് ചെന്നൈയിലല്ലേ വർക്ക് ചെയ്തോണ്ടായിരുന്നത്, ഇപ്പൊ എന്താ കൊച്ചിയില്? അത് പിന്നെ എനിക്ക് ചെന്നൈത്തെ ഫുഡൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എനിക്ക് പറ്റുന്നില്ല, അവിടുത്തെ വെള്ളമൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊച്ചിയിലേക്ക് മാറി. അത് ശരി. എന്നാ നമുക്ക് പോയാലോ? ശരി ശരി. കുറേ സമയമായില്ലേ വന്നിട്ട്, കുറേ നേരമായി എൻ്റെ ഫ്രണ്ട് വിളിക്കാൻ തുടങ്ങിയിട്ട്. തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, താനെ എവിടെയാന്ന് പറഞ്ഞാൽ മതി. അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. വേണ്ട വേണ്ട, ഞാൻ പോവാ. താൻ എൻ്റെ ഫ്രണ്ട് അല്ലേ, പിന്നെന്താ? വേണ്ട വേണ്ട. എന്താ ഫ്രണ്ട് അല്ലേ? അതെ അതെ, ഫ്രണ്ട് തന്നെയാ. ശരി, എന്നാ നമുക്ക് പോവാല്ലേ? ചെമ്പനീർ പൂവേ നീ അന്നേതോരു രാവിൽ നീലമഞ്ഞ് വിരിഞ്ഞൻ കൺമുന്നിൽ ചിമ്മി, അത്ഭുതം അടങ്ങാതെന്നു ഞാൻ അങ്ങനെ നിശബ്ദം നിൽക്കവേ, എങ്ങു പോയി പ്രകാശം നൽകി നീ. നിറങ്ങൾക്കാകമോ തെല്ലവാ നിൻ മണിച്ചന്തം, അതേതോ മായയോ എന്നില. എന്താണ് മിസ്റ്റർ, പതിവിന് വിപരീതമായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ, എന്താ സംഭവം? എന്തുവാടേ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ സംഭവം? അതൊന്നുമില്ലടാ, പാട്ട് പാടണം തോന്നി, അതുകൊണ്ട് പാടി. പാട്ട് പാടുന്നത് കാണുമ്പോഴേ അറിയാം ഭയങ്കര സന്തോഷത്തിലാണെന്ന്. കാര്യം പറ നീ. എടാ അത് പിന്നെ ഇല്ലേ, നമ്മുടെ ആ ശ്രീലു ഇല്ലേ, അവളെ ഞാൻ കണ്ടടാ. ശ്രീലുവോ?
ഏത് ശ്രീലു? എടാ ആ മറ്റേ അന്ന് എൻ്റെ ചേച്ചിക്കും കുഞ്ഞിനും ബ്ലഡ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ഞാന്? അവളെന്നെ. അവളെ എങ്ങനെ നീ ഇപ്പൊ മീറ്റ് ചെയ്തത്? നിനക്കൊരു കാര്യം അറിയോ? അവളെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാ. നിന്റെ ഓഫീസിലോ? അതാരാ? എടാ ശ്രീലക്ഷ്മി. ഓ, ശ്രീലക്ഷ്മിയാണോ? എടാ പിന്നെ ഞാൻ തന്നോട് ചെന്നൈയിലോട്ട് പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? എടാ സത്യം പറഞ്ഞാൽ ഞാൻ ചെന്നൈയിലോട്ടല്ല പോയത്. പിന്നെ? എടാ ഞാനേ നാട്ടിലോട്ട് പോയതാ. എന്നിട്ട് നീ എന്നോട് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ? എടാ ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഞാൻ വന്നിട്ടായിട്ട് പറയാന്ന് കാര്യങ്ങളൊക്കെ. അത് പിന്നെ ഇല്ലേ, നിന്റെ ചേച്ചീൻ്റെ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ നമ്മൾ കുറേ ആയില്ലേ അന്വേഷിക്കുന്നേ. അങ്ങനെ ഞാൻ പോയ സമയത്തെ അവിടെ ഒരാളോട് പറഞ്ഞായിരുന്നു, കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചായിരുന്നു. അങ്ങനെ അയാൾ എന്നെ വിളിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ നാട്ടിലോട്ട് പോയതാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്താ കാര്യം? അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? ഇല്ലടാ. അതെ, ആ മറ്റേ ഡ്രൈവറെ പറ്റിയിട്ട് ഒരു കാര്യവും കിട്ടിയില്ല. പിന്നെ അവിടുന്ന് ഒരു പെണ്ണിനെ പറ്റിയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഡ്രൈവർ എന്ന് വെച്ചിട്ട് വേറൊരു കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ? അവളെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാ അവളുടെ വിവരങ്ങളൊക്കെ താ, ഞാൻ നോക്കട്ടെ. ഇല്ല, അവിടുത്തെ അഡ്രസ്സാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ അവളുടെ വീടിനടുത്ത് പോയിട്ട് ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവളെ ഇപ്പൊ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന്. അവളുടെ പാരൻസ് ഒക്കെ അവിടെ തന്നെ നാട്ടിലാ, അവള് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു. പിന്നെ നമുക്ക് അവളുടെ വീട്ടിൽ പോയിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ടൊന്നും പോയില്ല. പിന്നെ നാട്ടിലുള്ളവരോട് ചോദിച്ച് അവൾ കൊച്ചിയിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അവളുടെ അഡ്രസ്സ് കിട്ടുമോ, അല്ലെങ്കിൽ അവൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച്. പക്ഷെ അവർക്കൊന്നും അറിയില്ല എന്നാ പറഞ്ഞേ. ഇവിടെ കൊച്ചിയിലോ? ആ അതെ, കൊച്ചിയിലാന്നാ പറഞ്ഞത്. നമുക്ക് നോക്കാം. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ എത്തെങ്കിലും പിന്നെ അവൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മറ്റു പേര് കിട്ടിയാൽ പെട്ടെന്ന് തന്നെ എനിക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. എടോ താനിങ്ങനെ വിഷമിക്കല്ലേ. ഹലോ മാഡം. എന്താ സർ, താങ്കൾക്ക് എന്താണ് വേണ്ടത്? ഇവിടെ മീന എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നായിരുന്നോ? അവർക്കിപ്പോൾ എങ്ങനെയുണ്ട് മാഡം? മീനാക്ഷി എന്ന് പറയുന്ന കൊച്ചല്ലേ? അവള് പോയി സർ. ഇല്ല മാഡം, നിങ്ങൾ എന്താ പറയുന്നത്? ഇപ്പം ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. അവൾ അത്ര പെട്ടെന്നൊന്നും എന്നെ വിട്ടു പോവില്ല. സർ കൂൾ ഡൗൺ സർ. പാരന്റ്സിന് ഒരു മോളല്ലേ ഉള്ളൂ? ആ മീനാക്ഷി തന്നെയല്ലേ? അതെ മാഡം, അവൾ തന്നെയാ. സോറി സർ, അവള് വരുന്ന സമയത്ത് തന്നെ ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. മാഡം അവളെ ഒന്ന് കാണാൻ പറ്റുമോ? സർ, നിങ്ങൾ അവളെ കാണാതിരിക്കുന്നതാ നല്ലത്. അവളുടെ ലാസ്റ്റ് ആഗ്രഹമായിരുന്നു. അവളുടെ ബോഡി പാർട്സ് ഒക്കെ ഡൊണേറ്റ് ചെയ്തു. നിങ്ങൾ എന്താ മാഡം ഇത് പറയുന്നത്? ഇത്ര പെട്ടെന്നോ? അതെ സർ, അവൾക്ക് എന്തായാലും മസ്തിഷ്ക മരണം സംഭവിച്ചത് കഴിഞ്ഞതായിരുന്നു. അതുകൊണ്ട് അവളുടെ ഐസ് ഒക്കെ ഡൊണേറ്റ് ചെയ്തു. അവളുടെ പാരന്റ്സിന്റെ സമ്മതത്തോടെ തന്നെ അവളുടെ ഐസ് ഒക്കെ ഡൊണേറ്റ് ചെയ്തു സർ. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ അവളെ കാണാതിരിക്കുന്നതാ സർ നല്ലത്. മാഡം എനിക്ക് എൻ്റെ മീനുവെ ലാസ്റ്റ് ആയിട്ടൊന്ന് കാണണം. അവൾ എവിടെയാ മാം ഉള്ളത്? എന്നാ നിങ്ങൾ എന്റെ പിന്നാലെ പോരെ, ഞാൻ കാണിച്ചു തരാം.